Hey guys, welcome back to my channel. എന്താടാ ഇത് രാവിലെ ഒന്ന് ഒലിപ്പിച്ചു തുടങ്ങിയോ? അപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം around 1:10 a.m. So today we are going to Kerala. So the exact portion is ഞാൻ തന്നെയാണ് പോണേ. I mean തന്നെ from this house. ആൻഡ് നെയ്ബർ ആതിര ചേച്ചി ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും ഒരുമിച്ചാണ് നാട്ടിലേക്ക് പോണേ. അപ്പോൾ ഞാനോ എന്നെ തെന്നിയില്ലല്ലോ, ഞാൻ നിങ്ങളുടെ ഒപ്പല്ലേ വരണേ. വീട്ടിലത്തെ ബാക്കിയെല്ലാം മെമ്പേഴ്സ് ഓൾറെഡി നാട്ടിലേക്ക് സൺഡേ പോയി. ഇന്ന് തേഴ്സ്ഡേ ആണ്. ഓക്കെ, സോ ദ 4 days വാസ് അമേസിങ്. നമ്മളുടെ ട്രെയിൻ 5:20 AM. സോ വെൻ ഐ ചെക്ക് റണ്ണിങ് സ്റ്റേറ്റസ് ഇറ്റ്സ് 40-45 minutes ലേറ്റ് ആണ് കാണിക്കണേ. മേ ബി ഓവർകം ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ സമയത്ത് വരും, അല്ലെങ്കിൽ നമ്മളവിടെ പോയി ഇരിക്കുക 1 മണിക്കൂർ അങ്ങനെ കുറേ വട്ടം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ 5:20 AM ട്രെയിൻ ആയി കാരണം 4:50 AM നമ്മൾ ഇറങ്ങുള്ളൂ. അവിടെ ഒരു ഓട്ടോ അങ്കിളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ അങ്കിൾ അപ്പോൾ വരുമ്പോൾ നമുക്ക് പോയാൽ മതി. ഇപ്പോൾ ഫാമിലിയുടെ ഒപ്പം ഒക്കെ വെച്ചാൽ നമ്മൾ 4:30 ആകുമ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങും. ബിക്കോസ് അവർ ഭയങ്കര സ്ട്രെസ്ഡാണ്. അതൊക്കെ തന്നെ. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ട് എനിക്കറിയില്ല, വീഡിയോനെ എടുക്കില്ലേ എന്നൊന്നും. ഈ ഡയലോഗിനെ എല്ലാത്തിലും ഈ സെയിം തന്നെ ഒട്ടിച്ച് പിടിപ്പിക്കാം. ബിക്കോസ് ഞാൻ എല്ലാ വീഡിയോയിലും ഈ ഡയലോഗ് ഒട്ടിക്കാറുണ്ട്. അപ്പം നമുക്ക് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. 3:30 അപ്പം ഇനിയിപ്പോൾ ഉറക്കൊന്നും വരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ മുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു, ബോയിൽ ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ കാക്കടിയും അനിയനൊക്കെ ഉണ്ടായിരുന്നു, അതും ചോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ഫുഡൊക്കെ നിശാൻ്റെ അത് വെച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉണ്ടാക്കുന്ന ആവശ്യം വന്നില്ല. ഇപ്പോൾ ഇത്തിരി പാല് രാവിലത്തെ ഉണ്ട്, അപ്പോൾ അതിൽ ഓട്സ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കഴിക്കുക. അപ്പോൾ രാവിലത്തെ ഒന്ന് വയറൊക്കെ ഫില്ലാവുമല്ലോ, ഓട്സ് കഴിച്ച് തന്നെ ഫില്ലാവും വയറ്. അത് എനിക്ക് പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറും. ബൈ ഞാൻ ബിഗ് ബോസ് കാണുമായിരുന്നു. ബിഗ് ബോസ് കണ്ടില്ല, ഇന്നലെ രാത്രി കണ്ടില്ല, അപ്പോൾ ഇപ്പോഴാണ് കാണണേ. പക്ഷേ പിന്നെ അതിലേക്ക് ഇത്തിരി ഹണി ഒഴിക്കാം, അപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ ഓൾ സെറ്റ് ടു ഗോ. ഒക്കെ റെഡിയായി. എല്ലാം സിലിണ്ടർ ഓഫ് ചെയ്യലും വെള്ളം ഓഫ് ചെയ്യലും ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. വേറെ ഒന്നുമില്ല, ഇനി TV വൈഫൈ ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ട്രെയിൻ കയറിയിട്ടാണ് എടുത്തത്. പിന്നെ ഈ സൗണ്ട് അലങ്കൃതയുടെ സൗണ്ടാണ് കിട്ടുക. അധികം വാശിയൊന്നും പിടിക്കുന്നതല്ലേ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലിലും കഴിഞ്ഞു. പ്ലസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ വടപ്പാവ് നോക്കി, പക്ഷെ വടപ്പാവുകൾ വന്നില്ല. അപ്പോൾ അതൊരു ചേച്ചി ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വിചാരിച്ച് കുറച്ച് ഉറങ്ങാം. ബിക്കോസ് അങ്ങനെ അധികം ഉറങ്ങിയില്ല. 7 o'clock ഉറങ്ങി കഴിഞ്ഞിട്ട് 10 o'clock ആയപ്പോൾ എണീച്ചു. വിചാരിച്ചു ഉറങ്ങാൻ കുറച്ച് നേരം. എല്ലാം വേറെ ടൈം പാസ് എങ്ങനെ ചെയ്യും അല്ലേ. ഭക്ഷണം കഴിക്കുന്നതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. ബിക്കോസ് വിശപ്പ് കാരണം നമ്മൾ വീഡിയോ ഒന്നും ഓർക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇപ്പോൾ पार्वती वैली हो गया है। पार्वती वैली में से ഉറങ്ങുമ്പോൾ അപ്പുറത്ത് കുറെ ചേട്ടന്മാര് സൗണ്ടൊക്കെ ഉണ്ടാക്കുക. അത് അവിടെ പൈസ വെച്ചിട്ടാണ് ചീട്ട് കളിക്കുക. എന്താ ചിരി? Finally we got vada pav. അപ്പോൾ നമ്മൾ ചപ്പാത്തി ജാം മുട്ടൊക്കെ ഇട്ട് കഴിക്കാം. ഫൈനലി അവൾ ഉറങ്ങി. അങ്ങനെ ഉറങ്ങി എനിച്ചിപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ എത്താൻ എന്തോ ഒരു ലേറ്റ് ആയിരുന്നു. ഇങ്ങനെ സ്ലോയിലാണ് വണ്ടി പോകണ്ടായിരുന്നത്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്താ ഈ വണ്ടി പോവാത്ത, എങ്ങനെ സ്ലോ ആയിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തൃശ്ശൂർ സ്റ്റേഷനിൽ ഫൈനലി എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിരുന്നു. അതിൻ്റെ പിന്നെ ചേച്ചിയുടെ ഫാമിലി അടുത്ത് പറയായിരുന്നു നമ്മൾ എത്തി എന്നൊക്കെ. അതിന് പിന്നെ അവൾ ഹാപ്പി ആയിരുന്നു, അവൾ ബലൂൺ കിട്ടിയപ്പോൾ. അങ്ങനെ ഞാൻ മുതുവറയിൽ എത്തിയപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണ്ടെന്നൊക്കെ.
പക്ഷെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നാൽ വരാൻ വേണ്ടി. പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും ചട്നി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അതിൻ്റെ പിന്നെ രേഷന് ഇത്തിരി ഫേഷ്യൽ ചെയ്യണമായിരുന്നു. അപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ അവളുടെ ഫേഷ്യൽ സ്റ്റാർട്ടായി. കുറച്ച് മിനിറ്റ് ഞങ്ങൾ നോക്കിയപ്പോൾ റേഷ്യോ ഉറങ്ങും. ബിക്കോസ് അവളുടെ നൈറ്റ് ഷിഫ്റ്റൊക്കെ കാരണം അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിന് നമ്മൾ പിന്നെ അമ്പലത്തേക്ക് പോയി. ഈവനിങ് ആയപ്പോൾ പിന്നെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ അല്ല, അപ്പോൾ എല്ലാവരും ഫാമിലീസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. പിന്നെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ മെഹന്തി സ്റ്റാർട്ട് ചെയ്തു. ഞാനാണ് മോസ്റ്റ്ലി എല്ലാവർക്കും മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡാൻസ് പ്രാക്ടീസൊക്കെ രാത്രി ഉണ്ടായിരുന്നു. പക്ഷെ ഡാൻസ് ചെയ്യുന്ന ദിവസം കൊള്ളാക്കിയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ രാത്രി 3:30 AM രേഷുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പിന്നെ ഫൈനലി ഞാനും ഇട്ടു. അങ്ങനെ നമ്മൾ പിന്നെ ഉറങ്ങി.